1967 മെയ് മാസം ഭൂപടത്തിൽ വിരലിലെണ്ണാവുന്നത്ര മാത്രം വലുപ്പമുള്ള ഇസ്രായേൽ എന്ന കുഞ്ഞു രാജ്യം ചരിത്രത്തിൽ ഏറ്റവും വലിയ നിലനിൽപ്പിന്റെ ഭീഷണി നേരിടുകയില്ല. ചുറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഈജിപ്ത് തങ്ങളുടെ സൈന്യത്തെ സിനായി അതിർത്തിയിലേക്ക് ഇരച്ചു കയറ്റി ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയെ അവിടെ നിന്നും പുറത്താക്കി. ഇസ്രായേലിന്റെ ജീവരക്തമായ ടൈറാൻ കടലിടുക്ക് ഈജിപ്ത് അടച്ചുപൂട്ടി. ഇസ്രായേലിനെ തീർത്തു കളയാൻ അരയും തലയും മുറുക്കി കളത്തിലിറങ്ങിയ അറബ് രാഷ്ട്രങ്ങളായ ഈജിപ്ത്, സിറിയ, ജോർദാൻ എന്നിവർ അണിനിരത്തിയത് 2.5 ലക്ഷം പോകുന്ന പട്ടാളത്തെയും 2000-ലധികം യുദ്ധ ടാങ്കുകളും 600-ലധികം യുദ്ധവിമാനങ്ങളുമായിരുന്നു. അന്ന് ഇസ്രായേലിൻ്റെ മൊത്തം ജനസംഖ്യ ആകട്ടെ വെറും 27 ലക്ഷം മാത്രം. സൈന്യമാകട്ടെ വെറും 50,000. മുഴുവൻ രാജ്യവും കൂടിയാൽ കേരളത്തിലെ ഒരു ജില്ലയുടെ മാത്രം വലുപ്പം. ഇസ്രായേൽ 48 മണിക്കൂറിൽ തീരുമെന്ന് തന്നെ ലോകത്തിലെ ബുദ്ധിജീവികൾ കണക്കുകൂട്ടി. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അന്നത്തെ ഇസ്രായേൽ ഇന്നത്തെ ഇസ്രായേൽ ആയിരുന്നില്ല. അയൺ ഡോമില്ല, ആകാശത്ത് നിന്ന് വരുന്ന മിസൈൽ തടയാൻ സാങ്കേതിക വിദ്യകളൊന്നുമില്ല, GPS ഇല്ല, ഡ്രോൺ ഇല്ല, പൈലറ്റുമാർക്ക് വിമാനം പറപ്പിക്കുവാനും മാപ്പും കോമ്പസും മാത്രമേ ഉണ്ടായിരുന്നു. ശത്രു എവിടെയാണെന്നറിയാൻ ജീവൻ പണയം വെച്ച് ആകാശത്തേക്ക് തന്നെ പോകണം. സാറ്റലൈറ്റ് ഇല്ല, താഴെ എന്ത് നടക്കുന്നുവെന്നറിയാൻ റേഡിയോ സന്ദേശം മാത്രം. എന്നാൽ കൈവശം ഉണ്ടായിരുന്നതാകട്ടെ പഴയ മിറാഷ് വിമാനങ്ങൾ, ഫ്രാൻസ് സമ്മാനിച്ച സെക്കൻഡ് ഹാൻഡ് സെഞ്ചുറിയൻ ടാങ്കുകളും മാത്രമായിരുന്നു അന്ന് ഇസ്രായേലിൻ്റെ കൈവശമുണ്ടായിരുന്നു. എന്നാൽ മറുവശത്താകട്ടെ ഈജിപ്തും സിറിയയും നിലകൊണ്ടത് സോവിയറ്റ് യൂണിയൻ്റെ ഏറ്റവും പുതിയ ആയുധങ്ങളുമേന്തിയിരുന്നു. MiG-21 വിമാനങ്ങൾ, T-55 ടാങ്കുകൾ, ഇസ്രായേലിനേക്കാൾ 3 ഇരട്ടി സൈനികർ, 5 ഇരട്ടി ടാങ്കുകൾ. കടലാസിൽ ഇസ്രായേൽ തീർന്നുവെന്നും അതിന് ശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രമാണെന്നും ലോകം മുഴുവനും പറഞ്ഞു. പക്ഷേ കടലാസിൽ എഴുതാത്ത ഒന്ന് ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതവരുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതിയ ദൈവവചനങ്ങളായിരുന്നു. ഇവിടെ തോറ്റാൽ പോകാൻ വേറെ ഇടമില്ല, ഇത് അവസാനത്തെ പോരാട്ടമാണ്, 2000 വർഷം രാജ്യമില്ലാതെ അലഞ്ഞവർക്ക് കിട്ടിയ അവസാനത്തെ മണ്ണ്, അതവർ വിട്ടുകൊടുക്കില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ കളത്തിലേക്ക് ഇറങ്ങി. ജനറൽ മോഷെ ദയാൽ, ഒരു കണ്ണ് മാത്രമുള്ള ആ മനുഷ്യൻ മറ്റുള്ളവർ കാണാത്ത ഒരു കാഴ്ച കണ്ടു. അദ്ദേഹം അത് ഉറപ്പിച്ചു പറഞ്ഞു, ആകാശം കിട്ടിയാൽ നാം യുദ്ധം ജയിച്ചുവെന്ന്. അങ്ങനെയായിരുന്നു ഓപ്പറേഷൻ ഫോക്കസ് യുദ്ധതന്ത്രം ജനിച്ചു വീണത്. ലോകം കണ്ട ഏറ്റവും വലിയ വ്യോമാക്രമണങ്ങളിലൊന്ന്. ശത്രു രാജ്യത്തിൻ്റെ റഡാറിന് കീഴിലൂടെ താഴ്ന്നു പറന്ന ഇസ്രായേൽ വിമാനങ്ങൾ 6 മണിക്കൂറുകൾ കൊണ്ട് ആകാശം കീഴടക്കി. ആദ്യത്തെ 3 മണിക്കൂർ 400 വിമാനങ്ങളെ ചാരമാക്കി പറത്തി. സിനായ് മരുഭൂമിയിൽ വെള്ളമില്ലാതെ 50 ഡിഗ്രി ചൂടിൽ ടാങ്കുമായി കയറി ചെന്ന ഏരിയൻ ഷാരോന്റെ ടെലിവിഷൻ, ഗോലാൻ കുന്നുകളിൽ നേരെ മുകളിലേക്ക് വെടിയുണ്ട കൊണ്ടുകൊണ്ട് കയറിയ കാലാൾപ്പട, പഴയ ജെറുസലേമിലെ ഇടുങ്ങിയ തെരുവിൽ സ്നൈപ്പർ വെടികൊണ്ട് വീണിട്ടും മുന്നോട്ട് പോയ പാരാട്രൂപ്പറും, ഇസ്രായേലിൻ്റെ 6 ദിവസത്തെ യുദ്ധം. ആധികാരിക വിജയവും ലോകത്തിനുണ്ടാക്കിയ വിറയലും അമ്പരപ്പും അതിഭയങ്കരമായിരുന്നു. യുദ്ധം തുടങ്ങിയ ആദ്യ ദിനം തന്നെ ഇസ്രായേൽ ആകാശത്തിൻ്റെ നിയന്ത്രണം കൈക്കലാക്കി. ഇസ്രായേൽ സൈന്യം സീനായ് മരുഭൂമിയിലൂടെ കുതിച്ച് കയറി ഗാസയും സീനായ് ഉപദ്വീപും പിടിച്ചെടുത്തു. വടക്ക് സിറിയൻ സൈന്യത്തിൻ്റെ കനത്ത ഷെല്ലാക്രമണങ്ങളെ മറികടന്ന് തന്ത്രപ്രധാനമായ ഗോലാൻ കുന്നുകളും ഇസ്രായേൽ സ്വന്തമാക്കി. ജൂൺ 7-ന് ജോർദാന്റെ നിയന്ത്രണത്തിലായിരുന്ന കിഴക്കൻ ജെറുസലേം ഇസ്രായേൽ മോചിപ്പിച്ചു. 2000 വർഷത്തെ പ്രവാസത്തിനും കാത്തിരിപ്പിനും ശേഷം യഹൂദ ജനത തങ്ങളുടെ ഹൃദയമായ പടിഞ്ഞാറൻ മതിലിൽ തിരിച്ചെത്തി. തോക്കുകൾ താഴെ വെച്ച് ആ ചുവരുകളിൽ തല ചായ്ച്ച് ഇസ്രായേൽ സൈനികർ കണ്ണുനീരൊഴുക്കി. ജെറുസലേം വീണ്ടും ഒന്നായി. അത് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. ജൂൺ 10-ന് യുദ്ധം അവസാനിക്കുമ്പോൾ കേവലം 6 ദിവസങ്ങൾ കൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ ഭൂപടം 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരുന്നു. അവർക്ക് അയൺ ഡോം ഇല്ലായിരുന്നു, പക്ഷേ അവരുടെ നെഞ്ചായിരുന്നു അയൺ ഡോം. അവർക്ക് ഡ്രോൺ ഇല്ലായിരുന്നു, എന്നാൽ അവരുടെ കണ്ണിലെ തീ ആകാശം മുഴുവനും കണ്ടു. 6 ദിവസങ്ങൾ, 3 രാജ്യങ്ങൾ, 700 ജീവനുകൾ. ഇസ്രായേൽ ചരിത്രം മാറ്റിയെഴുതി. വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത് അവിടുത്തെ വലത് കൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രയെന്ന് 44-ാമത്തെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെയായിരുന്നു. ഇന്നേക്ക് 59 വർഷങ്ങൾക്കിപ്പുറമുള്ള ആ ജൂൺ മാസത്തിലെ ഇസ്രായേലിൻ്റെ ദ്വിഗിജയം.